കഴിഞ്ഞ ദിവസം നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നോ സൂപ്പർ ജയൻസ് മത്സരത്തിലെ പ്രധാന ട്വിസ്റ്റ് എന്ന് പറയുന്നത് MS ധോണി ക്രീസിലേക്ക് എത്തി മത്സരം റീഡ് ചെയ്ത രീതിയായിരുന്നു. സാധാരണ MS ധോണി ക്രീസിലെത്തിയാൽ പ്രതിരോധ സമീപനത്തിൽ കളിക്കുന്ന കാഴ്ചയും അവസാന ഓവറിൽ കത്തിക്കിടുന്ന കാഴ്ചയുമാണ് ആരാധകർ കാണാറ്. എന്നാലും ആ മത്സരത്തിൽ ആദ്യം മുതൽ ആക്രമണ മനോഭാവം കാണിച്ച MS ധോണി ശരിക്കും ശിവം ദുബെയുടെ സമ്മർദ്ദം കുറയ്ക്കുകയായിരുന്നു. എന്തായാലും ആ മത്സരത്തിൽ ലക്നോ സൂപ്പർ ജയൻസ് നായകൻ ഋഷഭ് പന്തിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് രവി ബിഷ്ണോയി ഉപയോഗിച്ച രീതിയിലായിരുന്നു. 3 ഓവറിൽ വെറും 18 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് എടുത്ത രവി ബിഷ്ണോയെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസാന ഓവർ എറിയിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതായിരുന്നു എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം. ഋഷഭ് പന്ത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അപ്പോൾ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും രവി ബിഷ്ണോയെ അന്ന് ഒരു ഓവർ കൂടി എറിഞ്ഞിരുന്നെങ്കിൽ അത് കളിയിലെ ട്വിസ്റ്റായി മാറുമായിരുന്നു, ലക്നോ ഒരുപക്ഷെ ജയിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്തായാലും ശിവം ദുബെ MS ധോണിയുടെ ഒരു ബ്രില്യൻസിനെ കുറിച്ചും രവി ബിഷ്ണോയുടെ ഒരു കാൽക്കുലേഷൻ MS ധോണി നടത്തിയ രീതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: MS ധോണി ശരിക്കും അദ്ദേഹം ഒരു ജീനിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരൊറ്റ മൊമെൻറ്റിലാണ്. രവി ബിഷ്ണോയ്ക്ക് ഒരു ഓവർ കൂടി ബാക്കിയുണ്ട്, ഞാനിത് MS ധോണിയോട് പറഞ്ഞു. അപ്പോൾ MS ധോണി പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ക്രീസിൽ നിൽക്കുന്ന സമയത്തോളം രവി ബിഷ്ണോയെ കൊണ്ട് അവർ ഒരു ഓവർ കൂടി എക്സ്ട്രാ എറിയിക്കില്ല, അതുകൊണ്ട് അവസാനം വരെ ക്രീസിൽ നിൽക്കാൻ ശ്രമിക്കുക. അതായിരുന്നു MS ധോണി എനിക്ക് നൽകിയ ഉപദേശം. ഞാൻ അതുപോലെ ചെയ്യുകയും ചെയ്തു. എന്തായാലും ശിവം ദുബെയുടെ ഈ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: MS ധോണി എങ്ങനെയാണ് ഒരു മത്സരം റീഡ് ചെയ്യുക എന്നുള്ളത്. സ്പിൻ കളിക്കുന്നതിൽ MS ധോണി ഇപ്പോൾ പുറകോട്ടാണ്. ശിവം ദുബെ ആകട്ടെ നല്ലൊരു സ്പിൻ പ്ലെയറാണ്. അതിനാൽ തന്നെ രവി ബിഷ്ണോയെ ഇറക്കി ഋഷഭ് പന്ത് ഒരു റിസ്ക് എടുക്കില്ല എന്നുള്ളത് MS ധോണി കാൽക്കുലേറ്റ് ചെയ്യുകയായിരുന്നു.